Hello friends, welcome to Anju's Cooking World. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്മീൻ കറിയാണ്. കേരള സ്റ്റൈലിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലുള്ള ആ ഞരമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 8-10-15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകും ഇഞ്ചിയാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി, അരപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നോക്കിയേ, നമ്മുടെ അരപ്പ് ഇതവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം കത്തിച്ചിട്ട് ചട്ടി വയ്ക്കാം. മീൻ കറി ആയതുകൊണ്ട് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. നാടൻ തക്കാളി ആണെങ്കിൽ അരപ്പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ ആപ്പിൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് അടച്ച് വെച്ചിട്ട് പുളിയുടെ പച്ചമണക്കൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നോളൂ കേട്ടോ. അങ്ങനെ ഇതാ അവിടെ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് അരപ്പാണ്. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ അരപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോട്ടലായിട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് ഈ അരപ്പിൻ്റെയും കൂടി ഒരു പച്ചമണക്കൊന്ന് പോകുന്ന വരെ നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കാം. നോക്കിക്കേ, ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു പകുതി വേവാവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു സമയം അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാർ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങ അരച്ചെടുക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ആവണ്ട. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നോക്കിക്കുന്നത് അവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകുതി വേവ് ആയ ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഈ ഒരു കറി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു വറവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇനി അതൊരു ഓരത്തേക്കായിട്ട് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ വറവ് തയ്യാറായിരിക്കുകയാണ്. ഇനി അത് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കറി വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ നയിക്കണം എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.